ഇവളുടെ ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് തന്നെ ഇവക്ക് ഒരേ സമയം ജോലിക്കും പോകണം, കൊച്ചിനെയും നോക്കണം. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള അവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് കൊച്ചിനെ നോക്കാൻ നിങ്ങൾ വരുവാണെങ്കിൽ അവൾക്ക് ജോലിക്ക് പോയിട്ട് വരാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ തന്നെ അവളുടെ അച്ഛനും വയലിൽ ഒരുപാട് പണിയുണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയാണ്. അവളുടെ അമ്മയും എനിക്ക് എൻ്റെ കെട്ടിയോനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നീ ഇവിടെ ഒരു കുടിൽ കെട്ടി താമസിച്ചോ എന്ന് പറയാണ്. അപ്പോൾ തന്നെ അവളും എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് നിന്ന് പോവാണ്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ട് പിള്ളേരെ ആ ഹോസ്റ്റലിൽ ചേർക്കുകയാണെങ്കിൽ കോളേജ് വരെ ഫീസൊന്നും ഇല്ലാതെ അവരെ പഠിപ്പിക്കാൻ പറ്റുന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവളും അവരെ അങ്ങനെ ചേർക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മക്കൾക്കും ആ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷേ അതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ച് അവൾ ആ ഹോസ്റ്റലിൻ്റെ ആ ബസ്സിൽ കയറ്റി വിടാണ്. പക്ഷേ മക്കൾ പോയത് ഇവക്കത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരും അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ മക്കൾക്ക് തന്നെ അവൾ എങ്ങനെയാണ് അടിച്ചു വരേണ്ടത്, തുണി കഴുകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഹസ്ബൻഡ് മരിച്ചുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ഒരുപാട് ആണുങ്ങൾ ഇവളുടെ അടുത്ത് രാത്രി വന്നിട്ട് എൻ്റെ കൂടെ വന്നേക്ക്, നിനക്ക് 1 ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് രാത്രി ഒരുപാട് തെറ്റായിട്ട് സംസാരിക്കും. അങ്ങനെ ഇവൾ എന്ത് കഷ്ടപ്പെട്ടിട്ടും കുഴപ്പമില്ല, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ജോലിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു പാസ്പോർട്ട് ഓഫീസിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവളൊരു വിധവയാണെന്ന് വിചാരിച്ചിട്ട് അവളുടെ കൈ കൊണ്ട് പാസ്പോർട്ട് വാങ്ങില്ലെന്ന് പറഞ്ഞിട്ട് ക്ലൈൻറ്റ് പറഞ്ഞതു അവിടുത്തെ ആ ഓണർ നീ വരുമ്പോൾ മാത്രം ഒരു പൊട്ട് വെച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇവൾ ആ ഓഫീസിലുള്ളപ്പോൾ മാത്രം പൊട്ട് വെച്ചിട്ട് അവിടുന്ന് പുറത്ത് വരുമ്പോൾ ആ പൊട്ട് എടുത്ത് കളഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ ഇവളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ജോലികളും ചെയ്തിട്ട് പിള്ളേരെ നല്ല രീതിക്ക് തന്നെ പഠിപ്പിച്ചിട്ട് പലിശയ്ക്ക് കടമൊക്കെ എടുത്തിട്ട് നല്ലൊരു കോളേജിലും ചേർക്കുകയാണ്. അങ്ങനെ ഇവളുടെ നാട്ടിൽ ഒരു വലിയൊരാളുണ്ടാവും. അങ്ങനെ ഇവളാണെങ്കിൽ അവളുടെ വിധവാ പെൻഷൻ വന്നിട്ടില്ലെന്ന് ഇയാളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇയാളും ആ വിധവാ പെൻഷനിൽ തന്നെ നീ ജീവിച്ചുകൊണ്ടിരിക്കാനാണോ നിൻ്റെ പ്ലാൻ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവളും അതെന്താ ഞാൻ വിധവയായിട്ട് തന്നെ ജീവിക്കണോ, അതെന്താ എനിക്ക് രണ്ടാമത് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ടീച്ചർ ഇവളുടെ അടുത്ത് വന്നിട്ട് ആ തലവരുടെ അടുത്ത് നീ വീണ്ടും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് ശരിക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവളും പറയാണ് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ പൂവും പൊട്ടും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു നല്ല കാര്യത്തിന് പോകണമെങ്കിൽ പോലും എന്നെയൊക്കെ ഒതുക്കിയാണ് വെക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും എല്ലാവരും എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ലൈറ്റ് ഇട്ടാൽ പോലും എന്തിനാണ് വിധവയുടെ വീട്ടിൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ജയിലിലാണെങ്കിൽ പോലും ഒരു 10 വർഷത്തിന് ശേഷം പുറത്തു വരും, അതുവരെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയും ചെയ്യാം. പക്ഷെ മരിച്ചുപോയ ഞങ്ങൾ മാത്രം ജീവിതകാലം മൊത്തം ഇങ്ങനെ ഒരു നരക ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവളും എൻ്റെ മക്കളെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറയാണ്. ഇതിൻ്റെ പാർട്ട് 2 അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ട് പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക.